BBC-യുടെ ഡോക്യുമെന്ററിക്ക് ചെയ്യാൻ സാധിക്കാത്തതൊന്നും ഇവിടെ എമ്പുരാനെന്ന ഈ ചവർന് ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം ജനത്തെ ഒറ്റുന്നതാരാണ്? പൃഥ്വിരാജ് സുകുമാരൻ അയാളുടെ പണി ചെയ്തു. അയാൾക്ക് ആരോടാണ് കടപ്പാട്? മുരളി ഗോപിക്ക് ഗോദ്രയിൽ തീറ്റെന്ന് മരിച്ചവരോട് എന്ത് സഹതാപം ഉണ്ടാകാനാണ്? ഇന്ത്യയുടെ ഭരണം കലാപത്തിന്റെ ദാനമാണെന്ന വ്യാഖ്യാനം അവരുടെ ഭാഗത്തു നിന്ന് തെറ്റാവുന്നത് എങ്ങനെയാണ്? അവരിതിലും വലിയ പ്രൊപ്പഗൻഡ സിനിമകൾ ചെയ്തിട്ടില്ലേ? കലയും സത്യവുമായി ബന്ധം വേണം എന്ന് ശാഠ്യമുള്ളതാർക്കാണ്? നിരവധി ചോദ്യങ്ങളുമായി ആര്യ ലാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് തുടർന്ന് വായിക്കാം. കുറിയും കൂനിയുള്ള നടപ്പുമൊക്കെ കണ്ട് കഥാപാത്രങ്ങൾക്ക് പകരം നടനെ എടുത്ത് നെഞ്ചിനകത്ത് വെച്ച എരപ്പകളാണ് എന്റെ ഏട്ടൻ ഇങ്ങനെ അല്ലായിരുന്നു എന്ന മട്ടിൽ കരയുന്നത്. കുറഞ്ഞപക്ഷം വാനപ്രസ്ഥത്തിലെ സുഭദ്രയുടെ ഔചിത്യമെങ്കിലും വേണം. കുഞ്ഞുകുട്ടനിൽ നിന്ന് ഗർഭം ധരിച്ച് പെറ്റ പെണ്ണാണ് ഞാൻ നിങ്ങളെയല്ല അർജുനനെയാണ് സ്നേഹിച്ചതും പ്രാപിച്ചതും എന്ന് പറയുന്നത്. നടനിൽ നിന്ന് നേരിട്ട് വയറ്റിലുണ്ടാക്കിയ ഫാനോളികളുടെ നിലവിളി ശബ്ദമാണ് നാട്ടിലാകെ. ഇവരിൽ നിന്നൊക്കെ അഭിനയ മുഹൂർത്തങ്ങളുടെ മാസ്മരിക അനുഭൂതികൾ മാത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴുമുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടായാൽ മതിയായിരുന്നു, കരച്ചിൽ അടങ്ങുമായിരുന്നു. അവനവനേക്കാൾ വലിയ നടനും നായകനുമില്ല. മഹാരഥൻ എന്നതെല്ലാം നമുക്ക് നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ നാം ഇവരിൽ ആരോപിച്ച വ്യാജ സ്തുതികളാണ്. ചരിത്രം എത്ര സന്ദർഭങ്ങളിൽ അത് ഉദാഹരിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ചെറ്റകളെയാണ് പാവം മനുഷ്യർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. ഹെമിംഗ്വേയിൽ ആരാധന മൂത്ത അങ്ങേരോടൊത്ത് ഒരു രാത്രി കിടന്ന് എഴുന്നേറ്റ ഹോളിവുഡ് നടി പറഞ്ഞ അഭിപ്രായം ഇവിടെയും പ്രസക്തമാണ്. മഹത്വം നിലനിൽക്കാൻ മഹാന്മാരെ ദൂരെ നിന്ന് കാണുന്നതാണ് നല്ലത്. BBC-യുടെ ഡോക്യുമെന്ററിക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ഇവിടെ ഈ ചവറിനും ചെയ്യാൻ കഴിയില്ല. നിന്ദാസ്തുതി പോലെ ഒരു വിപരീത ഗുണം ഉണ്ടായിത്താനും തീർത്തും അനാവശ്യവും അയോഗ്യവുമായിരുന്ന ഏട്ടൻ എന്ന ഹൃദയഭാരത്തെ ചിലരെങ്കിലും ഒഴിവാക്കിയിരിക്കുന്നു. എരിഞ്ഞ് അവസാനിച്ചു പോയ ആ 59 പേർ അവിടങ്ങളിൽ പുനർജനിച്ചിരിക്കുന്നു. ഉറക്കത്തിനിടയിൽ ഇത്തരം തല്ലുകൾ നല്ലതാണ്. അത് നമ്മെ ഉണർത്തുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കലാപമല്ല ഇവരുടെ പ്രശ്നം. നാളിതുവരെ ഉണ്ടായിരുന്ന അതിന്റെ ഏകപക്ഷീയമായ മേൽക്കൈ തകർന്നു പോയതിലാണ്. ശൂലവും ഭ്രൂണവും ഗർഭിണിയും സയ്യിദ് മസൂദിന്റെ അനാഥത്വവും ഒക്കെ അങ്ങനെ രൂപപ്പെട്ടു വന്ന ബിംബങ്ങളാണ്. സിഖ് കലാപത്തിൽ കരുളിളയ്ക്കുന്ന നൃശംസതകൾ ഉണ്ടായിട്ടും ഉദാഹരണങ്ങൾ തേടി ഗുജറാത്തിലേക്ക് പോകുന്നത് ചാവാൻ മാത്രം വിധിക്കപ്പെട്ടവർ കൊല്ലാൻ കൂടി തയ്യാറായതിന്റെ അമ്പരപ്പിൽ നിന്നാണ്. തകർന്ന മേൽക്കൈയുടെ ഇച്ഛാഭംഗങ്ങളാലാണ്. കലാപമാണ് ഭരണം സൃഷ്ടിച്ചതെങ്കിൽ സുകുമാരന്റെയും ഗോപിയുടെയും മക്കൾ എത്തിയൊരു വലി വെച്ച് കൊടുക്കുകയും നിർവാഹമുള്ളൂ. കലാപം ഉണ്ടാകാതിരിക്കുക, മര്യാദയ്ക്ക് ജീവിക്കുക എന്നതേ പരിഹാരമുള്ളൂ. പറഞ്ഞു തുടങ്ങിയതിൽ അവസാനിപ്പിക്കാം. സ്വന്തം ജനത്തെ ഒറ്റുന്നതാരാണ്? നാളെ ഏട്ടൻ വിശ്വശാന്തി പുലർത്താൻ ഭാസ്കര്യത്തിന്റെ പടി കടന്നു ചെല്ലും. അപ്പോൾ വലിയേട്ടന്മാർ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കില്ലേ? വലത്തിരുത്തി ആദരിക്കില്ലേ? പത്മപ്രഭകൾ വീണ്ടും വീണ്ടും നൽകുകയില്ലേ? ഇന്ന് ഹൃദയം എരിഞ്ഞു കരഞ്ഞവരുടെ കുടുംബത്തിൽ രക്തസാക്ഷിയാവാനും നാളെയും എരിഞ്ഞു ചാവാനും അപ്പോഴും പെണ്ണുങ്ങൾ പെറുന്നുണ്ടാവും. ആത്മാഭിമാനമുണ്ടെങ്കിൽ പറയാൻ ഒരു വാക്കുണ്ട്, കടക്ക് പുറത്ത്. ഒന്നുകിൽ അത് പറയൂ, അല്ലെങ്കിൽ വലിയ വായിൽ മെഴുകാതെ ഞങ്ങളെ ഒറ്റിത്തുലയ്ക്കും. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.